ന്യൂ ബോൺ ബേബീസുള്ള പാരൻസ് അറിഞ്ഞിരിക്കേണ്ട ചില ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസിൽ തന്നെ മോട്ടറിൻ്റെയും സ്പീച്ചിൻ്റെയും ആണ് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഞാൻ അപ്പോൾ നോക്കിയിട്ടാണ് വായിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ ടേബിൾ പിൻ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഹെഡ് കൺട്രോൾ എന്ന് പറയുന്നത് ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തല കൺട്രോൾ ചെയ്യുന്നത് 2 മാസം മുതൽ 4 മാസം വരെയാണ്. അതുപോലെ 6 മാസം തൊട്ടാണ് അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഹെഡ് കൺട്രോൾ ഉണ്ടാവുക. സിറ്റിംഗ് അൺസപ്പോർട്ടഡ്, അതായത് സ്വന്തമായിട്ട് ഇരിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നത് 6 മാസം മുതൽ 8 മാസം വരെയാണ്. പുൾ ടു സ്റ്റാൻഡ് ക്രൂസിങ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമരുമ ഒക്കെ തൊട്ട് പതുക്കെ നടക്കാനൊക്കെ ആയിട്ട് ട്രൈ ചെയ്യില്ലേ, അതെന്ന് പറയുന്നത് 9 മാസം തൊട്ട് 11 മാസം വരെയാണ്. അതുപോലെ സ്റ്റാൻഡിങ് അലോൺ, നിൽക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം 11 മാസം തൊട്ട് 12 മാസം വരെയാണ്. വാക്കിംഗ് ഇൻഡിപെൻഡൻ്റ്ലി 12 തൊട്ട് 15 മാസം വരെ. അടുത്തതാണ് ഇതിൽ വരുന്നത് സ്പീച്ചിൻ്റെയിൽ വരുന്നത്. സ്പീച്ചിൻ്റെയിൽ ബാബിൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക, അതായത് ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ, അതെന്ന് പറയുന്നത് 4 മാസം തൊട്ട് 6 മാസം വരെയാണ്. ഫസ്റ്റ് വേർഡ് പറയാൻ തുടങ്ങുന്നത് 10 മാസം തൊട്ട് 14 മാസത്തിനുള്ളിൽ വരെയാണ്. അതുപോലെ 2 വേർഡ്സ് ഫ്രേസസ് അത് പറഞ്ഞു തുടങ്ങുന്നത് 18 തൊട്ട് 24 വരെ, അതായത് മമ്മ ഷൂസ്, മമ്മ മിൽക്ക്, അങ്ങനെയൊക്കെ രണ്ട് ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്യില്ലേ, അത് വരുന്നത് 18 തൊട്ട് 24 മാസം വരെയാണ്. അതുപോലെ ഷോർട്ട് സെൻറ്റൻസുകളൊക്കെ പറയാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 തൊട്ട് 4 വയസ്സ് വരെയാണ്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസൊക്കെ പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിലെന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസൊക്കെ ഏർലി അച്ചീവ് ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കാം. പക്ഷേ ഇതിൽ ഡിലേ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹെൽത്ത് പ്രാക്ടീഷണറെ കാണുന്നത് നല്ലതാണ്. ഇവൻ സൈക്കോളജിസ്റ്റിനെ ആയാലും കുഴപ്പമില്ല, ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ ആയാലും അവർ അതിനുള്ള അസസ്മെൻറ്റുകളോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് പറയും. അതുപോലെ എന്തൊക്കെ ചെയ്യാം, നമുക്ക് എക്സസൈസുകളും കാര്യങ്ങളും അതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ബി കൈൻഡ് ടു യുവർ മൈൻഡ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.